എൻ്റെ പേര് സിബി ഷിജോ. ഞാൻ കേരളപുരം മേരി റാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. അവിടുത്തെ അവിടുത്തെ മാതാവിനെ കാശുരൂപ മാതാവ് എന്നറിയപ്പെടുന്നത്. എനിക്ക് ഈ സ്റ്റേജിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് കോടാനുകോടി നന്ദി പറയാൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നു. ഞാൻ 2015 ഞാൻ ആദ്യ ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പത്രം മേടിച്ച് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ ഉടമ്പടിയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ ആ ഉടമ്പടിയിൽ വെച്ച് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വട്ടം എൻ്റെ കല്യാണം നടക്കും എന്ന പരിധിയിലെത്തിയിട്ട് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ അമ്മയോട് എന്നിട്ട് ഞാൻ വന്ന ഉടമ്പടി പുതുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഒരുപാട് നാളിന് ശേഷം എനിക്കൊരു കുറ്റബോധം തോന്നി. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെതാണ് ആദ്യം വെച്ചത്. അമ്മ എനിക്ക് 2021 10-ാം മാസം 27-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. ഞാൻ അമ്മയോട് ആ ഉടമ്പടിയിൽ ഒരാഗ്രഹം കൂടെ പറഞ്ഞിരുന്നു. എനിക്ക് നല്ലൊരു കുടുംബം, എന്നെ സ്നേഹിക്കുന്ന ഒരമ്മയും നല്ലൊരു കുടുംബത്തെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമ്മ എനിക്കൊരു നല്ലൊരു കുടുംബം തന്നു. എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിൻ്റെ പപ്പായും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന 2 വ്യക്തികളാണ്. അതുപോലെ തന്നെ അടുത്തതായി ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ്പയറായ ഗുളികകൾ വാരി കഴിച്ചിരുന്നു. മാതാവ് പക്ഷേ എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയില്ല. അമ്മ അത് എന്നെക്കൊണ്ട് ഛർദ്ദിപ്പിച്ച് മൊത്തവും കളയിച്ചു. എന്നിട്ടും എന്നെ ആ പ്രതിസന്ധികളിലെല്ലാം താങ്ങി നിർത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, നീ ഇത്രയും ഗുളികകൾ വാരി കഴിച്ചതുകൊണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവത്തില്ല, നീ ഒരു ഡോക്ടറിനെ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടിയില്ല. ഡോക്ടർ പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരത്തില്ല, നിനക്ക് തരത്തില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പല ആവർത്തി പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ മാതാവിന് 2022 ജനുവരി മാസം 15-ാം തീയതി വന്ന് ഞാൻ വീണ്ടും എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഉടമ്പടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. മാതാവ് എനിക്ക് അതേ വർഷം ഡിസംബർ മാസം 3-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മാതാവിനെ ഒരു കുഴപ്പമില്ലാതെ അനുഗ്രഹിച്ചു. പക്ഷേ മുന്നോട്ട് വീണ്ടും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഓരോ പ്രശ്നങ്ങളായിരുന്നു പറയുന്നത്. ആദ്യം 3-ാം മാസത്തെ സ്കാനിങ്ങിൽ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവും. ഞാൻ ആ നിമിഷം എൻ്റെ വയറ്റിൽ ഞാൻ കാശുരൂപം വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ തരണേന്ന്. വീണ്ടും 5-ാം മാസത്തെ സ്കാനിങ് വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ 1.5% വെള്ളം കൂടുതലാണ്. കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിക്കുമെന്ന് വീണ്ടും സ്കാനിങ്ങിൽ കണ്ടെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരും. അന്നേരം ഞാൻ കഴിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കണം, ഷുഗർ കൂടുതലാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ ആഹാരങ്ങളും കഴിക്കുമായിരുന്നു. ഷുഗർ ആണെങ്കിൽ പോലും മധുരമുള്ള ആഹാരങ്ങൾ വരെ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ 7-ാം മാസത്തെ സ്കാനിങ് വീണ്ടും പറഞ്ഞു, കുഞ്ഞിന് വീണ്ടും കംപ്ലൈൻ്റ്, കുഞ്ഞിന് വയറിന് വളർച്ചക്കുറവാണെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഈ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ തരണമെന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് ജൂലൈ മാസം 10-ാം തീയതി എനിക്ക് ഒരു പെൺകുഞ്ഞിനെ സിസേറിയനിലൂടെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നു. അവളെ വെൻറ്റിലേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒരു വെൻറ്റിലേറ്ററിലും വെക്കേണ്ടി വന്നില്ല. എനിക്ക് ഓർമ്മ വന്ന ആദ്യം ഞാൻ ചോദിച്ചത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണ്. അന്നേരം പറഞ്ഞ്, ദൈവാനുഗ്രഹിച്ച് ഒരു കുഴപ്പവും നിൻ്റെ കുഞ്ഞിനില്ല, ഷുഗറിലായി കഴിഞ്ഞ ഒരു കുഞ്ഞാണെന്ന് ഒരിക്കലും പറയത്തില്ല, അവൾക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞിന് കൊടുക്കാൻ പാലില്ലായിരുന്നു. എല്ലാവരും എപ്പോഴും പറയുമായിരുന്നു, കുഞ്ഞിന് അമ്മപ്പാൽ കിട്ടാത്തത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറയും, കുഞ്ഞിന് രോഗങ്ങളായിരിക്കും, കഫക്കെട്ടുണ്ടാവും,
ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഒന്നും വരത്തില്ല, എനിക്ക് പാലില്ലെന്ന് എൻ്റെ മാതാവിനറിയാമല്ലോ, എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നോക്കാൻ എൻ്റെ മാതാവിനറിയാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്നതിനേക്കാൾ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മ നോക്കി. ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനൊരു കഫക്കെട്ട്, എൻ്റെ കുഞ്ഞ് പൊടിപ്പാലാണ് കുടിക്കുന്നത്, പക്ഷേ ഈ നിമിഷം വരെ ഒരു കഫക്കെട്ട് കൊണ്ടോ ഒരു പനി കൊണ്ടോ എൻ്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴും ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് അടുത്ത മാസം 1 വയസ്സാകാൻ പോവുക. ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഒരു പനി പോലും വന്ന് അവൾക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഈ ജൂൺ മാസം 9-ാം തീയതി വന്ന് വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി പലപ്പോഴും ഞാൻ മുടങ്ങി പോയിക്കൊണ്ടിരുന്ന ഇത്. വീണ്ടും ഞാൻ ഈ ജൂൺ 9-ന് വന്ന് എൻ്റെ അച്ചാച്ചനെ 3 വർഷമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതല്ലാതെ ജോലിക്ക് മാറാൻ വേണ്ടിയായിരുന്നു ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ജോലിയിലും സെലക്ട് ആവുന്നില്ല, റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അന്നേരം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. ആ വചനമല്ലാതെ എൻ്റെ നാവിൽ ഒരു വചനവും വരാറില്ല. എപ്പോഴും ആ വചനം മാത്രമേ ഞാൻ എന്ത് വിഷമസന്ധ്യകളിലും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു വചനം അത് മാത്രമാണ്. മാതാവേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറഞ്ഞ്, നിനക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ വന്ന് ഞാൻ ജൂൺ മാസം 9-ാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. ആദ്യം വെച്ചിരുന്നത് എൻ്റെ അച്ചാച്ചന് അതിന് 5-6 ദിവസം മുന്നേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കൂട്ടുകാരെല്ലാം പറഞ്ഞു, നീ അത് പ്രതീക്ഷിക്കണ്ട, ആ ജോലി നിനക്ക് കിട്ടത്തില്ല, അത് ചുമ്മാ അവർ കുറേ പേരെ വിളിച്ച് അവർക്ക് ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടി അത് നടത്തിയതാണ്, നീ അത് മറന്നേക്ക്, നിനക്ക് ആ ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അച്ചാച്ചൻ്റെ സങ്കടം കണ്ട് ഞാൻ ആ 9-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കട്ടിലേക്ക് കിടന്നപ്പം 1 എന്ന് പറഞ്ഞൊരു സംഖ്യ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, എന്താണ് ഈ 1, എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന്. അങ്ങനെ ജൂൺ 13-ാം തീയതി 11 മണിക്ക് എൻ്റെ അച്ചാച്ചൻ എന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ പോയ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു, എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനെന്നും പറഞ്ഞ് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചാച്ചാ പോയി എത്രയും പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു. അന്നേരം അടുത്ത പ്രതിസന്ധി എൻ്റെ മുന്നിൽ വന്നു, പാസ്പോർട്ടിൻ്റെ പ്രശ്നം. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് 14-ാം തീയതി 10:54 ആയപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്ത് എൻ്റെ അച്ചാച്ചൻ്റെ കൈ കിട്ടി. എൻ്റെ അച്ചാച്ചൻ ആ ജോലിയിലേക്ക് അയക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ആത്മീയമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷിക്കുമായിരുന്നു. ആ സമയത്ത് പോലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കുറ്റം പറയത്തില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ കുറ്റം പറയത്തുള്ളായിരുന്നു. പക്ഷേ ആ തെറ്റ് എനിക്കിപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി. എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ഷെയർ ചെയ്ത് മീഡിയയിലേക്ക് ഷെയർ ചെയ്യുകയായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പത്രം ഞാൻ എല്ലാ വീടുകളിലും കൊടുക്കും. പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ പത്രമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഉപവസിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, മാതാവേ, ഈ പത്രമായി ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പത്രം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത എല്ലാ വീട്ടുകാരും എൻ്റെ ഇന്ന് സന്തോഷത്തോടെ പത്രം മേടിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ അക്രൈസ്തവരുടായ വീടുകളിലാണ് ഞാൻ കൊടുത്തത്. ക്രിസ്ത്യാനികളിലായി ഞാൻ 2 വീട്ടുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം അവരെല്ലാം മാതാവിൻ്റെ പത്രം കാത്തിരുന്നത് പോലെ എൻ്റെ ഇന്ന് സന്തോഷത്തോടെ ചോദിച്ചു വാങ്ങി. ഈ തന്ന അനുഗ്രഹങ്ങൾക്കും എൻ്റെ മാതാവ് ഇനിയും തരുന്ന അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിരന്തരം കുമ്പസരിക്കില്ലായിരുന്നു, ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചൊല്ലില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ജൂൺ മാസം വന്ന് എടുത്തു പോയതിനൊക്കെ ഞാൻ ഒരുപാട് മാറ്റം ഞാൻ അതിൽ വരുത്തി. ഞാനിപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ പൂർണ്ണമായിട്ട് ഇല്ലാതിരുന്നതായിരുന്നു. ഇപ്പം കുടുംബ പ്രാർത്ഥന ദിവസം ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അമ്മ മാതാവ് അതിലെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തന്നു. കുമ്പസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഈ അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്തോ വിചാരിക്കും. പക്ഷെ ആ പേടിയൊന്നുമില്ലാതെ എൻ്റെ തെറ്റുകൾ അച്ഛനോട് ഏറ്റുപറയാനുള്ള മനക്കരുത്തും
ധൈര്യവും ഈശോ മാതാവ് എനിക്ക് തന്നു. അതുവഴി എൻ്റെ പാപങ്ങൾ ഒരുപാട് എനിക്ക് പറയാൻ പറ്റി. ഇനിയും എല്ലാ കുമ്പസാരവും ഞാൻ മുടങ്ങാതെ 2 ആഴ്ച കൂടാൻ ചെയ്യുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീയ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നടക്കാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവരൊക്കെ തങ്ങളുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നീട് അവർക്ക് ഇവിടെ അൾത്താരയിൽ കയറി ആ അനുഭവങ്ങളിലൂടെ തങ്ങൾക്ക് എങ്ങനെ ഇന്ന് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാനിടയാകുന്നു എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. തൻ്റെ വിവാഹം മുതൽ തനിക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ അതെല്ലാം ഉടമ്പടി എടുത്തു, എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത കാണിച്ചില്ല എന്നും പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ ഒക്കെ താൻ പുറകോട്ടായിരുന്നു. ആ അവസരങ്ങളിലും തന്നെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയാണ്, ഈശോയാണ് എന്ന ബോധ്യം ഈ മകൾക്ക് ഇപ്പോഴുമുണ്ട്, ആ സമയത്തുമുണ്ട്. എന്നാൽ താൻ പലപ്പോഴായിട്ട് ഉടമ്പടിയിൽ ഉഴപ്പി എന്ന് ഈ മകൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ഉഴപ്പി, അതായത് ഉടമ്പടിയൊക്കെ അതത്ര സീരിയസ് ആയിട്ടൊന്നും കാര്യങ്ങൾ എടുക്കാതെ എന്തൊക്കെയോ കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലി തങ്ങൾക്ക് തോന്നുമ്പോഴെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം നയിക്കുന്നവരൊക്കെ പരിശുദ്ധ അമ്മ വീണ്ടും അവരെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അമ്മ അവരെ തിരിച്ചു വിളിക്കുന്നു എന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാന പ്രസംഗത്തിൽ അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഈ മക്കൾക്ക് തരണം ചെയ്യാൻ, തൻ്റെ മക്കൾക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. അമ്മ വീണ്ടും ചാൻസ് നമുക്ക് തരും. പക്ഷേ നാം പുറംതിരിഞ്ഞ് തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് നാം ദൈവത്തെ നമ്മുടെ കൂടെ കൂട്ടാത്ത വ്യക്തികളായി മാറുന്നത്. അപ്പോഴാണ് തമ്പുരാൻ നമ്മെ ലേബൽ ചെയ്യുക. അതുകൊണ്ടാണ് ഫ്രോഡായി മാറരുത് കർത്താവിൻ്റെ തിരുസന്നിധിയിലെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുള്ളത്. ഈ മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയതെല്ലാം പിന്നീട് കൃപകളാണ്. അമ്മ എങ്ങനെ തന്നോട് വന്ന് സംസാരിക്കുന്നു, തനിക്കൊരു ഡേറ്റൊക്കെ കാണിച്ചു തരുന്നു. ആ ഡേറ്റിനൊക്കെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യങ്ങൾ എങ്ങനെ ശരിയായി, തനിക്ക് ഉണ്ടായിരുന്ന പല വ്യക്തിപരമായ ജീവിതത്തിലെ പല അസ്വസ്ഥതകൾ, അതായത് അതൊക്കെ മാറ്റുന്നതിന് അമ്മ എങ്ങനെ സഹായിച്ചു. തനിക്ക് തന്നെ തോന്നിയിരുന്നു താൻ സ്വഭാവത്തിൽ ഇനി മാറ്റം വരുത്തണമെന്ന്. അതിലൊക്കെ എങ്ങനെയാണ് സ്വയം വിശുദ്ധീകരിക്കുവാൻ അമ്മ എങ്ങനെ ഈ മകളെ സഹായിച്ചു എന്നും ബോധ്യങ്ങൾ കൊടുത്തു. അതൊക്കെയാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ യോഗ്യയാക്കിയത്. തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നാം കടന്നു വരുന്ന സാഹചര്യങ്ങൾ വേദന നിറഞ്ഞതാകാം, എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു പുലരിയുണ്ട്. അതാണ് ഉടമ്പടി അനുഭവങ്ങൾ നമ്മോട് പറയുക. നമുക്ക് വേണ്ടി കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനം അത് ഈ ആലയത്തിലുണ്ട്. അത് നമുക്കും സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ നയിച്ച് നാം മുമ്പോട്ട് പോകണമെന്ന് പറയുക. നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.